ഹായ് ഓൾ, വെൽക്കം ടു PSC മെമ്മറൈസ്. 2023 ഒക്ടോബർ 15 മുതൽ 31 വരെയുള്ള PSC ബുള്ളറ്റിനിൽ വന്ന കുറച്ച് പോയിന്റ്സ് ആണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഈ വീഡിയോ പാർട്ട് 2 ആണ്. ഇതിനു മുമ്പുള്ള വീഡിയോ കാണാത്തവർ പ്ലേലിസ്റ്റ് നോക്കി കാണുക. റിലയൻസ് റീറ്റെയിലിന്റെ ഓൺലൈൻ വിപണിയായ ജിയോ മാർട്ടിന്റെ ബ്രാൻഡ് അംബാസഡറായി ക്രിക്കറ്റ് താരം മഹേന്ദ്ര സിംഗ് ധോണിയെ നിയമിച്ചു. റിലയൻസ് റീറ്റെയിലിന്റെ ഓൺലൈൻ വിപണിയായ ജിയോ മാർട്ടിന്റെ ബ്രാൻഡ് അംബാസഡറായി ക്രിക്കറ്റ് താരം മഹേന്ദ്ര സിംഗ് ധോണിയെ നിയമിച്ചു. 3D പ്രിന്റിംഗ് ടെക്നോളജി ഉപയോഗിച്ച് നിർമ്മിച്ച കേരളത്തിലെ ആദ്യത്തെ കെട്ടിടം ആമേസ് 28 തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്തു. നിർമ്മിതി കേന്ദ്രത്തിനായിരുന്നു നിർമ്മാണ ചുമതല. 3D പ്രിന്റിംഗ് ടെക്നോളജി ഉപയോഗിച്ച് നിർമ്മിച്ച കേരളത്തിലെ ആദ്യത്തെ കെട്ടിടം ആമേസ് 28 തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്തു. നിർമ്മിതി കേന്ദ്രത്തിനായിരുന്നു നിർമ്മാണ ചുമതല. തുടർച്ചയായ മൂന്നാം തവണയും ഫോർമുല 1 കാറോട്ട മത്സരത്തിലെ ലോക കിരീടം റെഡ് ബുള്ളിന്റെ മാക്സ് വെസ്റ്റപ്പന്. തുടർച്ചയായ മൂന്നാം തവണയും ഫോർമുല 1 കാറോട്ട മത്സരത്തിലെ ലോക കിരീടം റെഡ് ബുള്ളിന്റെ മാക്സ് വെസ്റ്റപ്പന്. ഇടുക്കി ജില്ലയിലെ കാന്തല്ലൂരിനെ കേന്ദ്ര സർക്കാരിന്റെ മികച്ച ടൂറിസം വില്ലേജ് ഗോൾഡ് അവാർഡിന് തിരഞ്ഞെടുത്തു. ഇടുക്കി ജില്ലയിലെ കാന്തല്ലൂരിനെ കേന്ദ്ര സർക്കാരിന്റെ മികച്ച ടൂറിസം വില്ലേജ് ഗോൾഡ് അവാർഡിന് തിരഞ്ഞെടുത്തു. കേരള മീഡിയ അക്കാദമിയുടെ ഇന്ത്യൻ മീഡിയ പേഴ്സൺ പുരസ്കാരത്തിന് പ്രഗത്ഭ പംക്തി എഴുത്തുകാരനും TV അവതാരകനുമായ കരൺ താപ്പറിനെയും NDTV മുൻ എക്സിക്യൂട്ടീവ് എഡിറ്റർ രവീഷ് കുമാറിനെയും തിരഞ്ഞെടുത്തു. മികച്ച പ്രാദേശിക പത്രപ്രവർത്തനത്തിനുള്ള ഡോക്ടർ മുറക്കന്നൂർ നാരായണൻ അവാർഡിന് മാതൃഭൂമി ലേഖകൻ B. അശോക് അർഹനായി. കേരള മീഡിയ അക്കാദമിയുടെ ഇന്ത്യൻ മീഡിയ പേഴ്സൺ പുരസ്കാരത്തിന് പ്രഗത്ഭ പംക്തി എഴുത്തുകാരനും TV അവതാരകനുമായ കരൺ താപ്പറിനെയും NDTV മുൻ എക്സിക്യൂട്ടീവ് എഡിറ്റർ രവീഷ് കുമാറിനെയും തിരഞ്ഞെടുത്തു. മികച്ച പ്രാദേശിക പത്രപ്രവർത്തനത്തിനുള്ള ഡോക്ടർ മുറക്കന്നൂർ നാരായണൻ അവാർഡിന് മാതൃഭൂമി ലേഖകൻ B. അശോക് അർഹനായി. 2023 വയലാർ സാഹിത്യ അവാർഡ് ശ്രീകുമാരൻ തമ്പിക്ക്. ജീവിതം ഒരു പെൻഡുലം എന്ന ആത്മകഥയ്ക്കാണ് അവാർഡ് ലഭിച്ചത്. 2023 വയലാർ സാഹിത്യ അവാർഡ് ശ്രീകുമാരൻ തമ്പിക്ക്. ജീവിതം ഒരു പെൻഡുലം എന്ന ആത്മകഥയ്ക്കാണ് അവാർഡ് ലഭിച്ചത്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തെ ആദ്യ കപ്പൽ ചൈനയിൽ നിന്നുള്ള ഷെൻഹുവ 15 തുറമുഖത്തെത്തി. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തെ ആദ്യ കപ്പൽ ചൈനയിൽ നിന്നുള്ള ഷെൻഹുവ 15 തുറമുഖത്തെത്തി. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സിക്സറുകൾ നേടിയതിന്റെയും ഏകദിന ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടിയതിന്റെയും റെക്കോർഡ് ഇന്ത്യൻ നായകൻ രോഹിത് ശർമ്മയ്ക്ക്. സിക്സർ നേട്ടത്തിൽ ക്രിസ് ഗെയിലിനെയും സെഞ്ചുറി നേട്ടത്തിൽ സച്ചിൻ ടെണ്ടുൽക്കറെയുമാണ് മറികടന്നത്. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സിക്സറുകൾ നേടിയതിന്റെയും ഏകദിന ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടിയതിന്റെയും റെക്കോർഡ് ഇന്ത്യൻ നായകൻ രോഹിത് ശർമ്മയ്ക്ക്. സിക്സർ നേട്ടത്തിൽ ക്രിസ് ഗെയിലിനെയും സെഞ്ചുറി നേട്ടത്തിൽ സച്ചിൻ ടെണ്ടുൽക്കറെയുമാണ് മറികടന്നത്. ഹാസ്യ സാഹിത്യകാരനും കാർട്ടൂണിസ്റ്റുമായ സുകുമാർ അന്തരിച്ചു. ഹാസ്യ സാഹിത്യകാരനും കാർട്ടൂണിസ്റ്റുമായ സുകുമാർ അന്തരിച്ചു. പ്രമുഖ സോഷ്യലിസ്റ്റ് നേതാവും LJD സംസ്ഥാന വൈസ് പ്രസിഡന്റും മുൻ MLAയുമായ അഡ്വക്കേറ്റ് M. പ്രേമനാഥ് അന്തരിച്ചു. പ്രമുഖ സോഷ്യലിസ്റ്റ് നേതാവും LJD സംസ്ഥാന വൈസ് പ്രസിഡന്റും മുൻ MLAയുമായ അഡ്വക്കേറ്റ് M. K. പ്രേമനാഥ് അന്തരിച്ചു. പ്രമുഖ CPM നേതാവും തൊഴിലാളി സംഘടനാ രംഗത്തെ അതികായനുമായ മുൻ MLA ആനത്തലവട്ടം ആനന്ദൻ അന്തരിച്ചു. പ്രമുഖ CPM നേതാവും തൊഴിലാളി സംഘടനാ രംഗത്തെ അതികായനുമായ മുൻ MLA ആനത്തലവട്ടം ആനന്ദൻ അന്തരിച്ചു. പ്രമുഖ സിനിമാ നിർമ്മാതാവും വ്യവസായിയും മാതൃഭൂമി ഡയറക്ടറുമായ PV ഗംഗാധരൻ അന്തരിച്ചു. പ്രമുഖ സിനിമാ നിർമ്മാതാവും വ്യവസായിയും മാതൃഭൂമി ഡയറക്ടറുമായ PV ഗംഗാധരൻ അന്തരിച്ചു. പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകൻ പ്രൊഫസർ T. ശോഭീന്ദ്രൻ അന്തരിച്ചു. വനമിത്ര പുരസ്കാരം ഇന്ദിരാ പ്രിയദർശിനി വൃക്ഷമിത്ര അവാർഡ്
ഹരിതബന്ധു അവാർഡ് തുടങ്ങി ഒട്ടേറെ പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകൻ പ്രൊഫസർ ടി ശോഭീന്ദ്രൻ അന്തരിച്ചു. വനമിത്ര പുരസ്കാരം, ഇന്ദിരാ പ്രിയദർശിനി വൃക്ഷമിത്ര അവാർഡ്, ഹരിതബന്ധു അവാർഡ് തുടങ്ങി ഒട്ടേറെ പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഇതോടെ 2023 ഒക്ടോബർ 15 മുതൽ 31 വരെയുള്ള PSC ബുള്ളറ്റിൽ വന്ന എല്ലാ പോയിന്റ്സും ഡിസ്കസ് ചെയ്തിരിക്കുന്നു. ഇനി റിവിഷനായിട്ട് ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. നിങ്ങൾക്ക് ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, 2023 വയലാർ സാഹിത്യ അവാർഡ് ആർക്കാണ് ലഭിച്ചത്? ഉത്തരം ശ്രീകുമാരൻ തമ്പിക്ക്. അടുത്ത ക്വസ്റ്റ്യൻ, വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തെത്തിയ ആദ്യ കപ്പൽ ഏതാണ്? ഉത്തരം ഷെൻഹുവ 15. അടുത്ത ക്വസ്റ്റ്യന്റെ ആൻസർ ഞാൻ പറയുന്നില്ല, അതിന്റെ ആൻസർ നിങ്ങൾ കമന്റിൽ രേഖപ്പെടുത്താം. ക്വസ്റ്റ്യൻ ഇതാണ്, അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സിക്സറുകൾ നേടിയതിന്റെ റെക്കോർഡ് നിലവിൽ ആർക്കാണുള്ളത്? ഇതിന്റെ ആൻസർ നിങ്ങൾ കമന്റിൽ രേഖപ്പെടുത്താം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ ദയവായി ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക് യു.